ആധുനിക വിനോദങ്ങളുടെ കടന്നുകയറ്റവും പരിശീലകരുടെ കുറവും മൂലം അന്യം നിന്നു പോകുന്ന കോൽക്കളിയെ വീണ്ടും കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുകയാണ് പ്രവാസത്തിന്റെ ഓർമ്മച്ചെപ്പിൽ നിന്ന് ജന്മനാടിന്റെ സാംസ്കാരിക വേദിയിലേക്ക് ചുവടുവെച്ച ഒരു കൂട്ടം പ്രവാസി മലയാളി കലാകാരന്മാർ. ദുബായിലെ പ്രമുഖ സംഘടനയായ ദല, ഓർമ്മകൾ എന്നിവയിലെ മുൻ പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയുടെ വാർഷിക സംഗമം ജൂലൈ 26 ഞായറാഴ്ച തൃശൂരിൽ നടക്കും. പുതിയ തലമുറ കൈവിട്ട പരമ്പരാഗത കലാരൂപമായ കോൽക്കളിയെ നെഞ്ചേറ്റി പ്രായത്തെ തോൽപ്പിക്കുന്ന ആവേശവുമായി അരങ്ങിലെത്തുകയാണ് ഈ മുതിർന്ന പ്രവാസി മലയാളികൾ. വയസ്സിനെ വെറും നമ്പറുകൾ മാത്രമാക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് കോൽക്കളിയിൽ അരങ്ങു തകർക്കാൻ പോവുകയാണ് കണ്ണൂർ പറശ്ശിനിക്കടവ് കോവൽ സ്വദേശികളായ ഒരു കൂട്ടം പ്രവാസി മലയാളി കലാകാരന്മാരും സുഹൃത്തുക്കളും. പ്രവാസത്തിന്റെ കഠിനമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും കലയെയും സൗഹൃദത്തെയും നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം മനുഷ്യർ വീണ്ടും ഒരു ചരിത്ര ഒത്തുചേരലിന് ഒരുങ്ങുകയാണ്. ഇത്തവണത്തെ സംസ്ഥാന സംഗമത്തെ വേറിട്ട് നിർത്തുന്നത് പ്രായത്തെ വെല്ലുന്ന ആവേശവുമായി അരങ്ങിലെത്തുന്ന ഇവരുടെ കോൽക്കളി സംഘമാണ്. കേവലം ഒരു പ്രകടനത്തിനപ്പുറം വലിയൊരു സാംസ്കാരിക ദൗത്യം കൂടിയുണ്ട് ഈ ചുവടുകൾക്ക്. കോൽക്കളി എന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഫസ്റ്റ് നമ്പർ അഥവാ ഒന്നാം നിര കലാരൂപമില്ലെന്ന ചിന്താഗതിയാൽ അവരത് ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പരമ്പരാഗത കലയെ സംരക്ഷിക്കാൻ മുതിർന്ന പ്രവാസികൾ മുന്നോട്ട് വന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ കൂട്ടായ്മ കഠിനമായ കോൽക്കളി പരിശീലനത്തിലാണ്. 50 വർഷങ്ങൾക്ക് മുൻപ് കോൽക്കളി അഭ്യസിച്ചവർ മുതൽ ഈ അടുത്ത കാലത്ത് ചുവടുകൾ പഠിച്ചെടുത്ത സ്ത്രീകൾ വരെ ഈ 12-അംഗ സംഘത്തിലുണ്ട്. 66 വയസ്സുകാരനായ മോഹനൻ മുതൽ 45 വയസ്സുകാരി ഷീജ വരെയുള്ളവർ ഒരേ താളത്തിൽ ഇവിടെ ചുവടുവയ്ക്കുന്നു. സുവർണൻ, സജീവൻ, ശശീന്ദ്രൻ, രാധാമണി, സ്വപ്ന തുടങ്ങി 12ഓളം പേരാണ് തൃശൂരിലെ വേദിയിൽ അരങ്ങേറുന്നത്. ഇന്ന് കോൽക്കളി എന്നത് ഇവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറിക്കഴിഞ്ഞു. വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് രാത്രിയോടെയാണ് ഇവർ ഒത്തുകൂടി പരിശീലനം നടത്തുന്നത്. ഈ കഠിനമായ പരിശീലനം ഇവർക്ക് ശാരീരിക വ്യായാമം മാത്രമല്ല, വലിയൊരു ആരോഗ്യ കൂട്ടുകൂടിയാണ്. കൃത്യമായ ഈ പരിശീലനത്തിലൂടെ തങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായും മുൻപുണ്ടായിരുന്ന വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി വരുന്നതായും ഇവർ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. അബ്ദുറഹ്മാൻ, ഹരിദാസ് ബക്കളം, സജീവൻ മുല്ലക്കൊടി, സുവർണൻ പറശ്ശിനി എന്നീ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കോൽക്കളി സംഘത്തെ തൃശൂരിലെത്തിക്കുന്നത്. കലയോടുള്ള താല്പര്യവും അന്യം നിന്നു പോകുന്ന കോൽക്കളിയെ വീണ്ടും കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു കോൽക്കളി സംഘം രൂപീകരിച്ചതെന്ന് സുവർണൻ പറശ്ശിനി വ്യക്തമാക്കി. നമസ്കാരം. കോൽക്കളി എന്ന് പറയുന്നത് വടക്കേ മലബാറിൽ ഉള്ള അതിന് കോൽക്കളി, കോലുകളി പിന്നെ അങ്ങനെ 2-3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ അറക്കൽ രാജവംശത്തിലാണ് ആദ്യമായിട്ട് അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യമായിട്ട് കോൽക്കളി എന്നുള്ള ഒരു ആശയം ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നെ അതിൽ പല ഇതായിട്ട് പിന്നെ പയ്യന്നൂർ വിഭാഗം ഒരു കോൽക്കളി, ഈ ഭാഗത്തുള്ള ഒരു കോൽക്കളി, പിന്നെ മലബാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ വേറെ ഒരു കോൽക്കളി, അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വേറെ ഒരു കോൽക്കളി, അത് പല ഇതിലാണ് നടക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഞാൻ 6ാം ക്ലാസ് പഠിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 52 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കളി പഠിച്ചത്. കളി പഠിക്കുമ്പോൾ ഞാൻ, അതുപോലെ തന്നെ സജീവൻ, ശശി, മാനസൻ, ഈ 4 പേരാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ 1 വർഷം കളിച്ചു, പിന്നെ അങ്ങോട്ട് ഇത് നിർത്തിവെച്ചു. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ പല സാഹചര്യങ്ങൾ പല വിധത്തിലുള്ള ആൾക്കാർ പോയി. പിന്നെ അതിൽ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളൊന്ന് പണിക്കരനാട്ടനാണ്. പുള്ളീനെ സ്മരിക്കാണ്ട് നമുക്ക് ഈ കളി കൊണ്ടുപോകാൻ പറ്റില്ല. പണിക്കരനാട്ടിൻ്റെ ഇതിലാണ്, ശിഷ്യത്വത്തിലാണ് നമ്മൾ ഈ കളി പഠിച്ചത്. പണിക്കരനാട്ടിൻ്റെ മെയിൻ ശിഷ്യന്മാരിൽ ഞാനും അതുപോലെ തന്നെ സജീവനും ശശിയും മാനസനും ഇവരൊക്കെയാണ് പണിക്കരനാട്ടിൻ്റെ ശിഷ്യന്മാർ. പിന്നെ നമ്മൾ എല്ലാവരും ഓരോ വഴിക്ക് പോയി. 4 വർഷം മുന്നെയാണ് ഞാനും സജീവനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്കിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പല പാട്ട്, അതുപോലെ തന്നെ താളം, ഇതൊക്കെ നമ്മൾ മൈൻഡിൽ നിന്ന് വിട്ടുപോയതാണ്.
അപ്പം നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ട് ഓരോ ആൾക്കാരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ സമീപിച്ച് അതിനെപ്പറ്റി പുതിയ താളങ്ങളും മറ്റേതൊക്കെ പിന്നെ സ്വന്തമായിട്ട് കുറേ താളങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മളെ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളാണ്. സ്ത്രീകൾ നമ്മൾ ഈ പ്രായത്തിലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബിനികളും പിന്നെ എല്ലാവരും ജോലി ചെയ്യുന്നവരുമാണ്. അവരുടെ ജോലിയും ആ കലയോടുള്ള എന്താ പറയുക ഒരു താല്പര്യം കൊണ്ടാണ് അവരിതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ പിന്നിൽ സഹായിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സുവർണ്ണം പറഞ്ഞ പോലെ തന്നെ ഒരു 5 പതിറ്റാണ്ടിന് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായ സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കോവിലിൻ്റെ പ്രദേശം. ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും ഇവിടെ നമ്മുടെ മൺമറഞ്ഞു പോയ കോരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കളംപാട്ട്, കോൽക്കളി, പൂരക്കളി അങ്ങനെ വളരെ മുന്നേ തന്നെ ഈ പ്രദേശത്ത് ഇതുപോലുള്ള കലകളുണ്ടായിരുന്നു. അത് ഇവിടുത്തെ സാംസ്കാരിക മുന്നേറ്റത്തിന് വേണ്ടി വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ കാലത്ത് ഒളിവിൽ കഴിഞ്ഞ പലരും ഈ പ്രദേശത്ത് താമസിച്ചുകൊണ്ട് ഇതുപോലുള്ള കലകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് പഴയ കാലത്തെ അനുഭവങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കർണാടകയുടെ നേതൃത്വത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് 10-20 പേര് ഉണ്ടായിരുന്നു. അതിൽ കുറേ പേര് മൺമറഞ്ഞു പോയി. കർണാടകയടക്കം പലരും മൺമറഞ്ഞു പോയി. പലയാളും ഈ രംഗത്ത് നിന്നും പിൻവാങ്ങി. എന്നിരുന്നാലും ഈ പ്രദേശത്ത് ഈ കലയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാനും സുവർണ്ണനും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഇപ്പം നമ്മുടെ ജനകീയ സാംസ്കാരിക കലാവേദിയുടെ നേതൃത്വത്തിലാണ്, കലാകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കളിക്ക് ഇപ്പം രണ്ടാമതും നമ്മൾ വർഷകാലമായിട്ടും കളി നിർത്താൻ വേണ്ടി പോയതാണ്. പക്ഷേ പ്രവാസി സംഘത്തിൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തൃശ്ശൂർ അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കളി ഈ വർഷകാലത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രവാസി സംഘത്തിൻ്റെ നേതാക്കന്മാരോട് നമ്മുടെ ഈ കമ്മിറ്റിക്കുള്ള നന്ദി അറിയിക്കാൻ വേണ്ടി ഈ അവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഞാനും സജീവൻ ഇതുപോലെ തന്നെ മുന്നിട്ടിറങ്ങി കുറേ പെൺകുട്ടികൾ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ പരിപാടി ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ തലമുറക്കെന്ന് പറഞ്ഞാൽ അതെന്തോ അത് അവർക്ക് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവർ കളിക്കും, ബട്ട് ഈ കോൽക്കളി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മൺമറഞ്ഞ കലയാണ്. അപ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സ് അല്ല, പിന്നെ എല്ലാവർക്കും മെനക്കേടുണ്ട്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ തൽക്കാലം അവിടെ മാറ്റി. എന്നിട്ട് പിന്നെ വേറെ ഒരു ട്രൂപ്പിനെ വെച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ ഇത് നമ്മുടെ പറശ്ശിനി സ്കൂളിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എന്താണ് യുവജനോത്സവത്തിന് നമ്മൾ പിന്നെ കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തും പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഈ പുതിയ ട്രൂപ്പിന്. അപ്പോൾ പുതിയ ട്രൂപ്പിൽ അവർക്കുള്ള ഒരു ആവേശം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സംശയമായിരുന്നു, ഞങ്ങൾക്കിത് പഠിക്കാൻ പറ്റുമോ? കാരണം ഇതൊക്കെ പ്രായമുള്ളവരിങ്ങനെ കളിക്കുമ്പോൾ അപ്പോൾ അവർക്കൊരു നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ, നമുക്ക് എന്തുകൊണ്ട് കളിക്കാൻ പറ്റില്ല? അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു മാനസിക ഉല്ലാസമാണ്. അത് പിന്നെ ഒരു കായികം ഇതൊന്ന് പുറമെ ഒരു മാനസിക ഉല്ലാസം. വൈകുന്നേരം വന്നിട്ട് വെറുതെ ടി വിൻ്റെ മുമ്പിൽ ചടഞ്ഞിരുന്നിട്ട് ഇന്നതിനേക്കാളും ഇതുമാതിരിയുള്ള കുറച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഈ ജിമ്മിലൊക്കെ പോയിട്ട് ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് ഇത് ചെയ്യുന്നതിനേക്കാളും നല്ലത് സ്വന്തമായിട്ട് നമ്മളെ കയ്യിലിട്ടെങ്കിൽ അതിട്ടിട്ട് കളിക്കാമെന്ന് വെച്ചിട്ട് ഇതിന് വലിയ പൈസ ചിലവൊന്നുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആർക്കും ദോഷവും വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. ബാക്കി ഇത് സ്വപ്ന, അവൾ ICM വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വപ്നയാണ് ഇവരൊക്കെ ലീഡർ. അപ്പോൾ എല്ലാ കാര്യത്തിൻ്റെയും ലീഡർ അവളാണ്. ഇതിന് നമുക്ക് പിന്നെ പ്രത്യേകം വേറെ സമയത്തിൻ്റെ ആവശ്യം, നമ്മളെല്ലാ വീട്ടിലെല്ലാ ജോലി എല്ലാം കഴിഞ്ഞ് എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല വ്യായാമം കിട്ടുന്ന, കാല് വേദനയില്ല, കൈ വേദനയില്ല, ഇപ്പം ആകെ ഉഷാറായി. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിലുണ്ട്. ഇത് ഷീജ ഇവിടെ വിസ്മയ പാർക്കിൽ ജോലി ചെയ്യുന്നു. കോൽക്കളി ഒരു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടായിന് കളിക്കണം എന്നുള്ളത്. അപ്പോൾ കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിന്. അപ്പോൾ സുവർണ്ണാടനോട് പറഞ്ഞ് നമുക്കും പഠിക്കണമെന്ന്. അങ്ങനെ നമ്മൾ കുറേ ആളെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് പറ്റും തന്നെ. നമ്മളിപ്പം കുറേ സ്റ്റേജ് കയറി. പ്രായമുള്ളവരെ ചേർത്ത് ഒരു കോൽക്കളി സംഘടിപ്പിക്കണമെന്ന ആശയമാണ് ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിച്ചതെന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു. ഈ കോൽക്കളിയെക്കുറിച്ച് നേരത്തെ സുവർണം തന്നെ കംപ്ലീറ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ. പക്ഷെ അത് ഇവിടെ നമ്മൾ വീണ്ടും തുടങ്ങാനുള്ള കാരണം 2 വർഷം മുമ്പേ ദല ഓർമ്മകൾ എന്നൊരു നമ്മുടെ സാംസ്കാരിക സംഘടനാ ചരിത്രം പിന്നെ പറയാം. ഈ സാംസ്കാരിക സംഘടനയിൽ ഇവരുടെ കുട്ടികളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുമ്പ് ഇവിടെ പരിപാടി നടത്തിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ തോന്നിച്ചൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
പ്രായമുള്ളവരെ ചേർത്തുകൊണ്ട് ഈ ഒരു പരിപാടി നമ്മൾ തൃശ്ശൂരേക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. ഏതാണ്ട് അംഗീകരിച്ച് ആ രീതിയിലേക്കുള്ള പ്രവർത്തനം 26-ന് നടക്കുന്ന വാർഷിക പരിപാടിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി ഇവിടെ ഈ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സംഘടനയെക്കുറിച്ച് പറയാം. 1981 മെയ് 1 അന്ന് പ്രവാസ ലോകത്ത് വളരെ കലുഷമായ കാലത്താണ് 1981 ഈ ഒരു സംഘടന മെയ് 1 സംഘടന രൂപം കൊള്ളുന്നത്. ഇടതുപക്ഷ മനോഭാവമുള്ള ഏതാനും പേർ ചേർന്ന് രൂപീകരിച്ച സംഘടന ഇന്ന് ഏതാണ്ട് 10,000-ഓളം മെമ്പർമാരുള്ള ഒരു സംഘടനയായി വളർന്നിട്ടുണ്ട്. UAE ദുബൈയിലെ സാംസ്കാരിക മണ്ഡലത്തിൽ എന്നും നല്ല അഡ്രസ്സ് ഉണ്ടാക്കിക്കിടുന്ന ഒരു സംഘടനയാണ് ദല എന്ന്. ഇന്നത് കാലക്രമേണ പേര് മാറ്റി ഓർമ്മ എന്നുള്ളൊരു സംഘടനയായിട്ട് രൂപാന്തരം മാറിയിട്ടുണ്ട്. പക്ഷേ ദലയുടെ അതേ ബൈലോ വെച്ചിട്ട് തന്നെയാണ് ഓർമ്മയും അവിടെ പ്രവർത്തനം നടത്തുന്നത്. സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗങ്ങളിലും സാംസ്കാരിക രംഗത്തിനപ്പുറത്തേക്ക് മനുഷ്യന് ഉതകുന്ന രീതിയിൽ ആവശ്യമായ ഘട്ടങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു മാതൃസംഘടനയായി രൂപം കൊള്ളുവാൻ ഇന്ന് നമ്മുടെ ഓർമ്മ എന്ന സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഊന്നുവടിയായി പ്രവർത്തിച്ചത് അതിൻ്റെ മുൻഗാമികളായിരുന്ന നമുക്ക് മുമ്പേ സഞ്ചരിച്ച ഏതാനും പേരായിരുന്ന ദല എന്ന ഒരു മാതൃസംഘടനയായിരുന്നു. അതിൻ്റെ ഓർമ്മകളിൽ ഇന്നിപ്പം എല്ലാവരും അവിടുന്ന് ക്യാൻസൽ ചെയ്ത് വരുന്ന സമയത്ത്, അതായത് റിട്ടേൺ ആയി വന്നവർ ദലയിലും ഓർമ്മയിലെയും റിട്ടേൺ ആയി വന്ന ആൾക്കാർ വെച്ചിട്ടാണ് ഇവിടെ ദല ഓർമ്മകൾ എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാർഷികമാണ് ഇവിടെ തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. അതിലേക്കാണ് ഈ പരിപാടികൾ ആസൂത്രണം നമ്മൾ നടപ്പിലാക്കിയത്. ബാക്കിയുള്ളവർ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഹരിദാസ് ബക്കളാണ്. നാടകരംഗത്ത് സംവിധാന രംഗത്ത് സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. രണ്ടാമത് സജീവൻ മാഷ്. ഞങ്ങൾ 3 പേരും ദലയുടെ സജീവ പ്രവർത്തകരായിരുന്നു. സജീവൻ മാഷിന്ന് ഇവിടെ നാട്ടിലുണ്ട്. അങ്ങനെ ഹരിദാസും നാട്ടിൽ ഇപ്പം ക്യാൻസൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങൾ തന്നെയാണ് ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ. 1981 ദുബായിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ഒരു കൂട്ടം പ്രവാസികൾ തുടക്കം കുറിച്ച ദല എന്ന മാതൃസംഘടനയുടെയും അതിന്റെ തുടർച്ചയായ ഓർമ്മ കൂട്ടായ്മയുടെയും പ്രവർത്തകരായിരുന്നവർ രൂപീകരിച്ച ദല ഓർമ്മകൾ കൂട്ടായ്മയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഇത്തവണ സാംസ്കാരിക നഗരിയായ തൃശൂർ വേദിയാകുന്നത്. പ്രവാസം അവസാനിപ്പിച്ച നാട്ടിൽ തിരിച്ചെത്തിയവരുടെ ഈ കൂട്ടായ്മയുടെ വാർഷിക സംഗമം ജൂലൈ 26-ന് തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അരങ്ങേറും. ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഒയാസിസ് കെമിക്കൽ മെറ്റീരിയൽസ് ട്രേഡിംഗ് കമ്പനി MD വേണുഗോപാൽ മേനോന്റെ മുഖ്യാതിഥ്യത്തിൽ പ്രശസ്ത പ്രഭാഷകൻ ഡോക്ടർ അനിൽ ചേലേമ്പ്ര സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.